ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന മലയാളം മൂവിയാണ് കനകരാജ്യം എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇതിന് സ്ക്രീൻ പ്ലേ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് സാഗർ ഹരിയാണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത് വിനായക് അജിത്താണ്. സ്ക്രീൻ പ്ലേ നമ്മൾ പറഞ്ഞത് സാഗർ ഹരിയാണെന്ന് ചെയ്തിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക്കും ചെയ്തിട്ടുള്ളത് അരുൺ മുരളീധരനാണ്. DOP ചെയ്തിട്ടുള്ള അഭിലാഷ് ശങ്കറാണ്. ഇതിൻ്റെ കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാസ്റ്റിംഗ് തന്നെയാണ് ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. കാരണം ഇന്ദ്രൻസ്, മുരളി ഗോപി, ലിയോണ, രമ്യ സുരേഷ്, ശ്രീദേവി തുടങ്ങിയവരൊക്കെ പ്രധാനപ്പെട്ട കാസ്റ്റിംഗായിട്ട് ഒരുപാട് താരങ്ങളൊക്കെ വന്നു പോകുന്ന ഒരു ചിത്രം തന്നെയാണ് കനകരാജ്യത്തിൽ വന്നു പോയിട്ടുള്ളത്. ഇത്രയേറെ കാസ്റ്റിംഗ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് കനകരാജ്യം എന്നുള്ള പേരിലേക്ക് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചിത്രത്തെക്കുറിച്ച് പറയാം. കനകരാജ്യത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞ ഒരുപാട് നന്മകൾ വിതറി അവസാനിപ്പിക്കുന്ന ചിത്രം തന്നെയാണ് കനകരാജ്യം. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറി നടക്കുന്ന രണ്ട് വ്യക്തികളുടെ കഥയിലൂടെയാണ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അതായത് വേണു എന്ന് പറയുന്ന മുരളി ഗോപി അവതരിപ്പിക്കുന്ന കഥാപാത്രം, അതുപോലെ തന്നെ രാമേട്ടൻ എന്ന ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ അവർക്കിവിടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതെങ്ങനെയെന്നൊക്കെ നമുക്ക് വഴിയെ ഇതിൽ പരിചയപ്പെടാം. ഡീറ്റെയിലായി പറയാച്ചതിൻ്റെ ട്രെയിലർ കണ്ട ഓരോ വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് കനകരാജ്യത്തിൽ പ്രധാനമായും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുള്ളൂ. പ്രധാനമായും സ്വർണം തന്നെയാണ് സബ്ജക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സ്വർണം വിനയായിട്ട് വരുമ്പോഴുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. എത്രമാത്രം കാണുന്ന പ്രേക്ഷകർ കണ്ടായി അല്ലെങ്കിൽ കണ്ട് ശീലിച്ച ചിത്രമാണെന്നൊക്കെ നമുക്ക് അതിലോട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ കനകരാജ്യത്തിൻ്റെ സ്റ്റോറി ആരംഭിക്കുന്നത് ഇന്ദ്രൻസിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കിലാണ് സ്റ്റോറി ആരംഭിക്കുക. അതായത് അദ്ദേഹം ജോലിക്ക് വേണ്ടിയിട്ട് നാട്ടിൽ നിന്നും ടൗണിലേക്ക് ജോലിക്ക് വേണ്ടി വരുന്നു. ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് പുതിയൊരു കട ഉദ്ഘാടനത്തിന് ചേരുന്നു. ഇതിൽ ശ്രീജിത്ത് രവി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ആൾക്ക് ഈ ഏജൻസിയുടെ വർക്കാണ്, അതായത് ജോലിക്കൊക്കെ ആളെ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ അതിൽ 2-3 വർഷമായിട്ട് മികച്ച ഒരു സെക്യൂരിറ്റിക്കുള്ള ഒരു അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന രാമേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ആളെ റെക്കമെൻഡ് പ്രകാരം ഒരു ജ്വല്ലറി സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് നേടുന്നു. അപ്പോൾ ആൾ എല്ലാവർക്കും വലിയ കാര്യം തന്നെയാണ്. ആൾക്ക് സെക്യൂരിറ്റി ജ്വല്ലറിയിൽ നിന്ന് പോരാൻ തോന്നില്ല. കാരണം കസ്റ്റമേഴ്സായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക അവിടുത്തെ സ്റ്റാഫിനായിട്ടും ഓണറായിട്ടൊക്കെ ഭയങ്കര കയ്യപ്പിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുക പുറത്തെ സെക്ഷനിൽ നമ്മുടെ മുരളിയുടെ കഥാപാത്രം വേണു എന്ന് പറയുന്ന കഥാപാത്രം കാണിക്കുന്നുണ്ട്. വേണുവിനെ കുറിച്ച് പറയുകയെങ്കിൽ അതീവ ദാരിദ്ര്യം പിടിച്ച കഥാപാത്രമായിട്ടാണ് വേണു ചിത്രത്തിൽ വന്നിട്ടുള്ളത്. കാരണം വേണുവിന് ഒരുപാട് സാമ്പത്തിക ഇടപാടുകളുണ്ട്. കാരണം കടം കയറി പൊടിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ. അതിൻ്റെ ഇടയിലേക്ക് തൻ്റെ സഹോദരിയുടെ കല്യാണം നടത്തണം അല്ലെങ്കിൽ എൻഗേജ് നടത്തുന്ന ഒരു പ്രശ്നം ആയിട്ട് വരുന്നു വേണുവിൻ്റെ നവവധുവിൻ്റെ അമ്മ. അങ്ങനെ ഇരിക്കുകയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്നത്. വേണുവിന് നിസ്സഹാവസ്ഥയിലൂടെയാണ് മുരളി ഗോപി കടന്നു പോകുന്നത്. മുരളി ഗോപിയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെ എന്താ പറയുക ഈ നിരാശ ബാധിച്ചൊരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഇമോഷണലായിട്ട് കണ്ടിച്ച് ചെയ്യുന്ന കഥാപാത്രമായിട്ടാണ് മുരളി ഗോപി വന്നിട്ടുള്ളത്. അദ്ദേഹം വേണ്ട രീതിയിൽ തന്നെ വർക്കൗട്ട് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കും മുരളി ഗോപിയുടെ സുഹൃത്ത് അല്ലെങ്കിൽ വേണുവിൻ്റെ സുഹൃത്ത് ഈ വേണുവിനൊരു ഉപദേശം കൊടുക്കുന്നു. ആ ഉപദേശം പ്രകാരം ഈ 2 പേരുടെ വ്യക്തി ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നു. പിന്നീട് എന്താണെന്നാണ് കഥ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ പോസിറ്റീവായിട്ട് പറയാച്ച എനിക്ക് ഡ്യൂറേഷനാണ് അങ്ങോട്ട് ഒരു പോസിറ്റീവ് എനിക്ക് തോന്നിയത്. കാരണം പോസിറ്റീവ് ആയിട്ട് പറയാച്ചെങ്കിൽ അത് കാരണം 2 മണിക്കൂറിന് താഴെയുള്ളൂ ചിത്രം. അത് എവിടെയും ബോറടിപ്പിക്കാതെ ഒരു പരിധി വരെ പിടിച്ചിരുന്ന് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പോസിറ്റീവ് എന്ന് കഴിഞ്ഞാൽ പാട്ടുകൾ കൊള്ളാമായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി വെച്ചുള്ള പാട്ടുകൾ തന്നെയാണ്. എഡിറ്റിംഗ് ആണെങ്കിൽ മനോഹരമായിട്ട് തന്നെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പശ്ചാത്തലം വരുന്നുള്ള ഭാഗങ്ങളൊക്കെ ഓക്കെ ലെവൽ തന്നെയായിരുന്നു. പ്രകടനത്തിന് എടുത്ത കാര്യത്തിൽ പറയാച്ച മുരളി ഗോപി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷം തന്നെ ഇതിൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ഇമോഷണൽ ഒരു അറ്റാച്ച്മെൻറ്റ് ആ കഥാപാത്രത്തിൽ തോന്നുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഈ വേണു പറഞ്ഞ കഥാപാത്രം എപ്പോഴും സങ്കടവും അല്ലെങ്കിൽ അവസ്ഥ ബാധിച്ച ഒരു കഥാപാത്രമായിട്ടാണ് വേണു ചിത്രത്തിൽ വന്നിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് വർക്കൗട്ട് ആവാൻ സാധിച്ചിട്ടുണ്ട്. കാരണം തുടക്കം തൊട്ട് ഒടുക്കം വരും ഈ സങ്കടം പിടിച്ചിട്ട് മുഖവും കണ്ണീരും പരമ്പരയായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും ആ കഥാപാത്രം നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർ കണ്ടു ചെയ്യുന്നുണ്ട്. എപ്പോഴും കാണുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഒരു ചിത്രം നമ്മൾ കാണുമ്പോൾ ആ കഥാപാത്രം താനുള്ളിൽ തൻ്റെ മുമ്പിലോട് നടക്കുന്ന ഒരു മനുഷ്യനാണ് തോന്നൽ വേണം. കാരണം ആ വേണുവിനായിട്ട് കണ്ടു ചെയ്യുമ്പോൾ കഥാപാത്രമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. പിന്നെ ശ്രീദേവി അദ്ദേഹത്തിന് ചെയ്യുന്ന റോള് അദ്ദേഹം മനോഹരമായി തന്നെ ചെയ്തു. ഇന്ദ്രൻസിനെ കുറിച്ച് പറയുമ്പോൾ സ്ഥിരം പടത്തിലെ പോലെ തന്നെ നന്മ നിറഞ്ഞിട്ട് അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ റോൾ തന്നെ, പ്രത്യേകിച്ച് യാതൊരു മാറ്റമില്ല, ഓവറാക്കില്ലെന്ന് പറയാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്റ്റോറി റിയലായി നടന്ന സ്റ്റോറിയാണെന്ന് പറഞ്ഞ നല്ലൊരു സബ്ജക്റ്റ് തന്നെയായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ എടുത്തോ എന്ന് ചോദിച്ചാൽ നമുക്ക് നെഗറ്റീവിലോട്ട് തന്നെ വരാം. നല്ല രീതിയിൽ എടുത്തോ എന്ന് ചോദിച്ചാൽ ഒട്ടും തന്നെ ഒരു കണക്റ്റിംഗ് ആയില്ല. കാരണം നമ്മൾ കാണുന്നൊരു പ്രേക്ഷകർക്ക് ഒരു ചിത്രം കാണുമ്പോൾ അത് തൻ്റെ ചിത്രമാണ് അല്ലെങ്കിൽ തൻ്റെ മുമ്പിലോട്ട് നടന്ന കഥാപാത്രമാണ് ഒരു തോന്നൽ വേണം. ഒരു പക്ഷേ ഇതിനായിട്ട് പലർക്കും അങ്ങനെ ഒരു തോന്നൽ സാധിച്ചില്ലെന്നാണ് പറയാൻ സാധിക്കുള്ളൂ. എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ ഒരുപാട് നന്മ വിതറിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് പോയി.
കാരണം ഇമോഷൻസ് കൊടുക്കുന്നുണ്ട്, അത് ഓവറായിട്ടില്ലെങ്കിൽ പോലും പലയിടത്തും ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഇമോഷൻസ് കൊടുത്ത് ചളമാക്കി കൊണ്ട് വെച്ചിട്ടുണ്ടെന്നും മറ്റൊരു പോരായ്മ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ് ഏറ്റവും വില്ലനായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ ക്ലൈമാക്സ് എക്സ്പെക്റ്റേഷൻ ചെയ്തത് അങ്ങനെ ആയിരിക്കില്ല, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നിയേക്കാം. എനിക്ക് തോന്നിയിരുന്നു. കാരണം രാമേട്ടൻ എന്ന് പറയുന്ന ഓവർ നന്മയായിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരുപാട് ഉപദേശം കൊടുക്കുന്ന ഒരു വ്യക്തി, ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം. അപ്പോൾ ആ കഥാപാത്രം അവസാനം ഈ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ എന്തായിരിക്കും പറയാമെന്ന് കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. കാരണം അങ്ങനെ സംഭവിക്കുള്ളൂ. കാരണം രാമേട്ടൻ അറിയാം, കാരണം രാമേട്ടൻ നന്മ നിറഞ്ഞിട്ടുള്ളൊരു നന്മമരമായിട്ടാണ് ചിത്രത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവസാനം അവിടെ ഒരു നന്മമരം വെച്ച് രാമേട്ടൻ യാത്രയാവുകയാണ്. അങ്ങനെ പടം അവസാനിക്കുന്നു. ഇതാണ് കനകരാജ്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കനകരാജ്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു എബോവ് ഒരു ഏവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം റിസ്കിൽ കാണാവുന്ന ചിത്രം തന്നെയാണ്. കാരണം ഫാമിലിയൊക്കെ കാണാവുന്ന പറ്റുന്ന ഒരു തരത്തിലാണ് കനകരാജ്യം യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ സ്ഥിരം കണ്ടുമറന്നിട്ട് അല്ലെങ്കിൽ നന്മകളൊക്കെ ഓവർ നന്മകളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്കാണ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ചിത്രം തന്നെയാണ്. കാരണം മോശമാക്കിയിട്ടൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം തന്നാളാവുന്ന നല്ല കഥാപാത്രങ്ങൾ മികച്ചതാക്കി. എസ്പെഷ്യലി എടുത്തു പറയുന്ന മുരളിഗോപി കഥാപാത്രം പിന്നെയും പറയുന്നു, അദ്ദേഹം നല്ലൊരു പ്രകടനം തന്നെ ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പോൾ ലിയോണ എടുത്തു പറയണം, മുരളിഗോപി വൈഫായിട്ട് വരുന്ന കഥാപാത്രമുണ്ട്. അപ്പോൾ ആ കഥാപാത്രം ഇവർ തമ്മിൽ കോമ്പിനേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇമോഷണലായിട്ട് നല്ല സീൻസൊക്കെ കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ രമ്യ സുരേഷ് എന്ന് പറയുന്ന കഥാപാത്രം സ്ഥിരം പടത്തെ പോലെ ദാരിദ്ര്യം മാറ്റിപ്പിടിച്ചിട്ട് കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റി ഉള്ള കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത്. ഇത് ദാരിദ്ര്യം മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്ന കുറച്ച് ആയിട്ടുള്ളൊരു അമ്മായിമ്മ കഥാപാത്രമായിട്ടാണ് രമ്യ സുരേഷ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ മുരളിഗോപി സുഹൃത്തായി വരുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, പക്ഷെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഓപ്പറേഷൻ ജാവലെ അഭിലാഷേട്ടൻ ചെയ്തുള്ള കഥാപാത്രം, ആ വ്യക്തിയുടെ പേരറിയില്ല, അതുകൊണ്ട് അവരുടെ പേരും എടുത്തു പറയാത്തത്. എല്ലാവരും നമുക്കെന്ന് വെച്ചാൽ കഥാപാത്രങ്ങളൊന്നും ഒട്ടും ഓവറാക്കാതെ തനിക്ക് കൊടുത്ത സ്പേസിൽ അവർ ചെറുട്ടെങ്കിൽ പോലും സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ ഈ നിലയ്ക്കായിരുന്നു സംഭാഷണമൊക്കെ. അതിൻ്റെ പുറത്താണ് പടത്തെക്കുറിച്ച് എനിക്ക് ഏവറേജ് അനുഭവമായിട്ട് തോന്നിയിട്ടുള്ളൂ. ഇതിൻ്റെ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ കനകരാജ്യം കണ്ടിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു ചിത്ര റിവ്യൂ ആയിട്ട് വരുന്നതിന് കാത്തിരിക്കുന്നു. ബൈ ബൈ ഫ്രണ്ട്സ്.